പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമായ ഒരു വിധിയാണ് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. ഇനി മുതൽ പെട്രോൾ പമ്പിലെ ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിനു മുമ്പ് പെട്രോൾ പമ്പിലെ ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ അടച്ചു വെക്കുന്നതും നോട്ടീസ് ഒട്ടിക്കുന്നതും തുറന്നു കൊടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ വലിയ പ്രതിഷേധത്തിന് കാരണമായതൊക്കെ നമുക്കറിയാം. പെട്രോൾ പമ്പുകളിലെ ശൗചാലയം ഉപഭോക്താക്കൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണെന്ന് ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി തിരുത്തി. നല്ല കാര്യം. ദേശീയപാതയ്ക്ക് സമീപത്തുള്ള പെട്രോൾ പമ്പുകൾ 24 മണിക്കൂറും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നാണ് ഇന്നലത്തെ പുതിയ വിധി. സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ജനത്തെ തടയാവൂ എന്നും കോടതി പറയുകയാണ്. വിധിയെ സ്വാഗതം ചെയ്യുന്നു യാത്രക്കാർ. ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന പൊതുജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായ വിധിയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത്. പെട്രോൾ പമ്പുകളിലെ ടോയ്ലറ്റുകൾ പൊതു ശൗചാലയമാക്കരുതെന്ന ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് തിരുത്തിക്കൊണ്ടുള്ള വിധി. പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ പൊതുജനങ്ങളുടെ ഉപയോഗത്തിന് അനുവദിക്കാൻ അധികാരികൾക്ക് നിർബന്ധിക്കാനാവില്ലെന്ന മുൻ ഉത്തരവിൽ ഭേദഗതി വരുത്തിയാണ് ജസ്റ്റിസ് CS ടൈസിന്റെ ഉത്തരവ്. പെട്രോളിയം ട്രേഡേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റിയും തിരുവനന്തപുരത്തെയും തൊടുപുഴയിലും ചില പമ്പുടമകളും ഉൾപ്പെടെ നൽകിയ ഹർജികളിലായിരുന്നു തീരുമാനം. കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെയും നിലപാട് കണക്കിലെടുത്താണ് ഉത്തരവിലുള്ള ഭേദഗതി. നമുക്ക് ഇതല്ല ഒരു ആശ്രയം. നമ്മളിപ്പോ പെട്രോൾ അടിച്ചിട്ട് മാത്രം യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ലല്ലോ. എല്ലാവർക്കും കയറാം, പബ്ലിക്കിനും കയറാം. അതുകൊണ്ട് നല്ലൊരു വിധിയാണെന്ന് തോന്നുന്നു. നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. പബ്ലിക്കിലും ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ അത് വൃത്തിയായി സൂക്ഷിക്കാൻ കൂടി വേണം. അല്ലാതെ നമുക്ക് ഉപയോഗിക്കാനുള്ളൊരു സാഹചര്യം ഇല്ല. ഇപ്പോൾ വന്ന് കയറി കഴിഞ്ഞാലും വിധിയിൽ വളരെ സന്തോഷം. തിരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നല്ലൊരു തീരുമാനമാണ്. കാരണം ശൗചാലയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലോങ് ട്രിപ്പൊക്കെ പോകുന്ന ആൾക്കാർക്ക് പെട്രോൾ അടിച്ചാൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ന്യായമില്ല. ടൂറിസ്റ്റുകൾക്കും യാത്രികർക്കും ഏറെ ആശ്വാസകരമായ ഉത്തരവെന്നും ഹൈക്കോടതിയുടെ തിരുത്തൽ ജനകീയമെന്നും പൊതുജനങ്ങൾ. വളരെ നല്ല വിധിയാണ്. ആദ്യത്തെ വിധി തന്നെ വന്നത് തെറ്റായിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവർക്കും നല്ല ഉപകാരമുള്ള കാര്യം തന്നെയാണ്. കാര്യം നമ്മുടെ ഈ പറഞ്ഞ ഒരു റോഡുകളിലും പൊതുസ്ഥലങ്ങളായിട്ട് ഒരു പബ്ലിക്കായിട്ട് ഒരു ടോയ്ലറ്റും ഇല്ല. അപ്പോൾ ആകെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ കാര്യം ഇതേപോലത്തെ ടോയ്ലറ്റുകളാണ്. ദേശീയപാതയ്ക്ക് സമീപമുള്ള പെട്രോൾ പമ്പുകളിലെ ശുചിമുറികളായിരിക്കും ഉപയോഗത്തിന് അനുവദിക്കുക. എന്നാൽ ഇവ പൊതു ടോയ്ലറ്റാണെന്ന് കാട്ടി ബോർഡ് വെക്കരുതെന്നും കോടതി നിർദ്ദേശമുണ്ട്. റോഡ് ഗതാഗത ദേശീയപാത മന്ത്രാലയം 2020 പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ കോടതിയിൽ സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഉത്തരവ്. പെട്രോൾ പമ്പിലെ ശൗചാലയങ്ങളുമായി ബന്ധപ്പെട്ട നേരത്തെ ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഇടക്കാല ഉത്തരവിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്ന പൊതുജനങ്ങൾ ഇപ്പോഴത്തെ വിധിയിൽ ആശ്വാസകരവും സന്തോഷകരവുമായിട്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. കൊച്ചിയിൽ നിന്നും YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെ സംസ്ഥാന സർക്കാർ തന്നെ ആ കാര്യത്തിൽ വിജ്ഞാപനമൊക്കെ ഇറക്കിയതാണ്, ഉത്തരവൊക്കെ ഇറക്കിയതാണ്. അപ്പോൾ അവർക്കെന്തോ വരുമാന പ്രശ്നം ഉണ്ടാവും, അവർക്കെന്തോ അതിനുള്ള അറ്റകുറ്റപ്പണിക്കെന്തോ മാരകമായ പ്രശ്നമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോടതിയിലേക്ക് പോയത്. എന്തായാലും കോടതിയിൽ ഉത്തരവ് ആദ്യം ഉണ്ടായി, അത് തിരുത്തപ്പെടുന്നു. എന്തായാലും ഉപഭോക്താവല്ല എന്ന കാരണം പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്ക് പ്രവേശനം തടയരുത് എന്ന് കോടതി തന്നെ പറയുകയാണ്. നല്ല കാര്യം.